ഇന്ന് നമ്മളൊരു പുതിയ ഗെയിം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ആ ഗെയിമിൻ്റെ പേരാണ് ഗോൾഫ്, GOLF. അത് ആർക്കും അറിയാത്തൊരു ഗെയിമാണ്. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴെല്ലാം ഫുട്ബോൾ, ബാസ്ക്കറ്റ് ബോൾ, വോളിബോൾ അതൊക്കെ കുറേ പേര് ഒന്നിച്ച് കളിക്കുന്നത്. പിന്നെ കുറച്ച് നമ്പേഴ്സ് കുറഞ്ഞ ഗെയിമാണെങ്കിൽ ബാഡ്മിൻ്റൺ. പക്ഷേ ഈ ഒരു ഗെയിമിൽ എന്താ സ്പെഷ്യാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒന്നിച്ച് കളിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കും കളിക്കാം. അപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ഈ ഡ്രസ്സ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഗോൾഫിന് എന്തൊക്കെയായിട്ട് വരേണ്ടത്. അതതിൻ്റേതായ ഒരു എന്താ പറയുക ചിട്ടകളുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രസ്സിങ്. എല്ലാവരും ഒരേപോലെ ഇതേ ഡ്രസ്സ് ഇട്ടാണ് ഗോൾഫ് കോഴ്സിൽ പോവാറ്. അതായത് കോളറുള്ള ടീഷർട്ട് ഇൻസേർട്ട് ചെയ്ത്, പിന്നെ ഇത് ബോളൊക്കെ ചിലപ്പം വെറ്റാവും, അത് തുടയ്ക്കാൻ വേണ്ടിയുള്ളൊരു തുണി. പിന്നെ റൈറ്റ് ഹാൻഡ് പ്ലെയർ ആണെങ്കിൽ ഇതെൻ്റെ റൈറ്റ് സൈഡ്, റൈറ്റ് ഹാൻഡ് പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിലാണ് ഗ്ലൗസ് ഇടുന്നത്. രണ്ട് കയ്യിലും ഇടേണ്ട കാര്യമില്ല. കാര്യം പറഞ്ഞാൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കളിയുടെ അടിയും ഒക്കെ കാണും. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവും ഈ കംപ്ലീറ്റ് ഫോഴ്സ് പോയിട്ട് ഈ കയ്യിൽ, അപ്പോൾ അതിങ്ങനെ പിരിയും. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്നും കട്ടായി മുറിയാതിരിക്കാൻ വേണ്ടിയാണ് ഗ്ലൗസ് ഇടുന്നത്. പിന്നെ ക്യാപ്പ്, അങ്ങനെ പിന്നെ ഷൂ ഉണ്ട്. ആ ഷൂവിൻ്റെ ഒരു ക്ലോസപ്പ് ഞാൻ പിന്നെ കാണിക്കാം. കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് എന്ത് കളിയും കളിക്കാം. അങ്ങനെ ഒരു മസിൽ ഇഞ്ചുറിയോ ഒന്നും പറ്റണ ഒരു സാഹചര്യം വരില്ല. പക്ഷേ നമ്മൾ വയസ്സാവും തോറും ഈ പറഞ്ഞ പല കളികളും കളിച്ച് കഴിഞ്ഞാൽ പല ഡാമേജും പറ്റും ബോഡിക്ക്. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കളിച്ചതേ ഇങ്ങനെ ഇങ്ങനെ ചാടാൻ നേരത്ത് നമ്മുടെ നട്ടെല്ലിന് എന്തെങ്കിലും പറ്റിയെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ബാഡ്മിൻ്റൺ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഷോൾഡർ ഇഞ്ചുറി ആയെന്നിരിക്കും. അപ്പോൾ കുറച്ച് ഇഞ്ചുറീസൊന്നും ഇല്ലാതെ സേഫായിട്ട് കുറച്ച് വയസ്സായാലും കളിക്കാൻ പറ്റിയൊരു കളിയാണ് ഗോൾഫ് എന്ന് വിചാരിച്ച് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഇതിൽ ഫുൾ പവർ എടുത്ത് ചെയ്താൽ എന്തെങ്കിലും പറ്റുന്നല്ല. ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ കോമ്പറ്റീഷന് പോവും, കപ്പടിക്കും. പക്ഷെ കുറച്ച് വയസ്സായാലും നിർത്താതെ കളിക്കാൻ പറ്റിയൊരു ഗെയിമാണ് ഗോൾഫ്. പിന്നെ വേറൊരു തെറ്റായ ചിന്തയുണ്ട്, വിചാരമുണ്ട്, ഈ ഗോൾഫ് സാധാരണക്കാരുടെ കളിയല്ലാന്ന്. ഇപ്പോൾ കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രാഷ്ട്രത്തലവന്മാരും ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും അങ്ങനത്തെ ആൾക്കാരെ ആണ് ഇപ്പോൾ കളിക്കുന്നത്. എന്ന് വിചാരിച്ച് ഇത് സാധാരണക്കാർക്ക് കളിക്കാൻ പറ്റില്ലെന്നോ ഒന്നുമില്ല. പിന്നെ എന്താ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയ ഗ്രൗണ്ട് വേണം. അതിപ്പോൾ ഒരകളി അട്ടപ്പാടി മാരത്തെ ഏരിയ ആണെങ്കിൽ മൊട്ടക്കുന്നുകളുണ്ടല്ലോ, അവിടെ പോയി കളിക്കാമല്ലോ. പിന്നെ ഇതിൽ എന്തായാലും വേണ്ടതാണ് ക്ലബ്ബ് എന്ന് പറയുന്ന സാധനം. അതിന് അയണെന്നും പറയും. ഇപ്പോൾ തൽക്കാലം നമുക്ക് സ്റ്റിക്ക് എന്ന് പറയാം. ആ സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു ബോളും വേണം. ഇതുണ്ടെങ്കിൽ കളിക്കാം. പിന്നെ എല്ലാ ടൈപ്പ് സാഹചര്യത്തിലും കളിക്കണമെങ്കിൽ 14 ക്ലബ്ബ് വരെ ഒരാൾക്ക് കൊണ്ടുപോകാം. പിന്നെ ബോള് വളരെ വില കുറഞ്ഞ ബോൾ ഇപ്പോൾ തൽക്കാലം കുട്ടികൾക്ക് കളിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്വാഷ് എന്ന് പറയുന്നൊരു ഇതിൻ്റെ ബോൾ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ടേബിൾ ടെന്നീസിൻ്റെ ബോൾ എടുക്കാം. അല്ലെങ്കിൽ തന്നെ ഗോൾഫിൻ്റെ സാധനങ്ങൾ വാങ്ങണ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ റബ്ബർ ബോൾ കിട്ടും, ഗോൾഫിൻ്റെ അതേ വെയിറ്റൊക്കെ ഉള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ട് കറക്റ്റ് കളി പഠിച്ചു കഴിയുമ്പോഴേ ഈ ആക്ച്വൽ ഗോൾഫ് ബോൾ എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം പറഞ്ഞാൽ സേഫ്റ്റിയാണ്. ഈ ഗോൾഫ് ബോൾ വളരെ ചെറിയ ഒരു ഇതാണെങ്കിലും അത് ഭയങ്കര ഹെവിയാണ്. പിന്നെ അത് യാത്ര ചെയ്യുന്ന സ്പീഡ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കളി അറിയില്ലെങ്കിൽ ഒരാളുടെ താടിയെല്ലിലോ തലയിലോ കൊണ്ടു കഴിഞ്ഞാൽ കുറേ സ്റ്റിച്ച് ഇടുന്ന മാതിരി, അല്ലെങ്കിൽ ചിലപ്പം മരണത്തിന് വരെ സംഭവിക്കാവുന്ന ഒരു ഡേഞ്ചർ ഇതിലുണ്ട്. അത് കാരണമാണ് കളി പഠിച്ചു തുടങ്ങുമ്പോൾ വല്ല സോഫ്റ്റ് ബോൾ അതേ ഷേപ്പുള്ള അത്രയും സൈസുള്ളത് വെച്ച് കളിച്ച് പഠിക്കണം പറയണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കളിച്ച് പഠിച്ചോ നിങ്ങളെ കോഴ്സിലേക്ക് കയറ്റാൻ റെഡിയായോ എന്ന് അറിയണതിന് ഒരു കമ്മിറ്റി ഉണ്ട്. അവരെയാണ് പറയുന്നത് ഹാൻഡിക്യാപ്പിംഗ് കമ്മിറ്റി. അതിന് അവർക്ക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കളിക്കാൻ സജ്ജമായി. അപ്പോൾ ഒരു കളിക്കാൻ അങ്ങോട്ട് കോഴ്സിലേക്ക് പെർമിഷൻ തരുന്ന ഒരു നമ്പർ ഒരു 36 ആയിരിക്കും. അപ്പോൾ നമുക്ക് കളിക്കാം ഈ 36 വെച്ച്. അതായത് ഇപ്പോൾ ഒരു 9 ഹോളുള്ള ഒരു സ്ഥലത്ത്, ഒരു 5 ഏക്കർ സ്ഥലത്ത് ഒരു കോഴ്സ് ഉണ്ടെങ്കിൽ 35 അടിയിൽ തീർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് അതിൻ്റെ 36 മതി ഒരു 18 അടി എക്സ്ട്രാ എടുക്കാം. അപ്പോൾ ഒരു 54 ഒക്കെ വരെ കളിച്ച് വരാം. അപ്പോൾ അതിനാണ് ഹാൻഡിക്യാപ്പ് എന്ന് പറയുന്നത്. പിന്നെ അത് നമുക്ക് കുറച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഏറ്റവും വേൾഡിലെ ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെയൊക്കെ ഹാൻഡിക്യാപ്പ് 0 ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു സ്ഥലത്ത് 18 ഹോളിൻ്റെ ഒരു കോഴ്സിൽ പോയി
72 നമ്പർ അടീൻ്റെ ഉള്ളിൽ തീർക്കാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ 72-ലും കുറച്ച് അടിച്ച് കളിച്ച് ആ കളി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഹാൻഡിക്യാപ്പിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതിന്. അത് കുറച്ച് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു തരേണ്ട കാര്യമുള്ളൂ. അപ്പോൾ തൽക്കാലം സാധാരണക്കാർക്ക് കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. ഒരു ക്ലബ്ബ് വെച്ച് തുടങ്ങാം, ഒരു ബോൾ വെച്ച് തുടങ്ങാം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ ക്ലബിൻ്റെ എണ്ണം കൂട്ടാം, വില കൂടിയ ബോളുകളാക്കാം. ഇപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ കൂടെ എല്ലാം കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിലെടുത്ത് വേണമെങ്കിലും കളിക്കാം. പക്ഷേ ഇങ്ങനത്തെയൊക്കെ ഒരു സെറ്റായിട്ടുള്ള സ്ഥലത്ത് വരികയാണെങ്കിൽ അതിൻ്റേതായ ഡ്രസ്സ് വേണം. ഈ ഷൂവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തി. ഈ ഷൂവിൻ്റെ അടിയിൽ കുറച്ച് ഇങ്ങനെ മുള്ള് പോലെ ഉണ്ട്. അതെന്തിനാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാസ് പുല്ലിലാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ കാലിങ്ങനെ തിരിയണൊരിത് വരാൻ നേരത്ത് കാല് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ അടിഭാഗം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്പൈക്സാണ്. പക്ഷേ ക്രിക്കറ്റിന് ബൗളേഴ്സിന് പറ്റിയ സ്പൈക്സ് അല്ല. ഇത് ജസ്റ്റ് പുല്ലിൽ ഗ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പൈക്സാണ്. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കാല് തെന്നി പോകാതിരിക്കാൻ വേണ്ടി അടിയുമ്പോൾ അങ്ങനെ തിരിയുമല്ലോ. അപ്പോൾ കാല് തെന്നി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഷൂ ഇടണം പറയുന്നത്. പിന്നെ നേരത്തെ കാണാത്തൊരു സാധനം ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നു, ഈ കാർട്ട്. ഇപ്പോൾ എല്ലാ ബാക്കി കളിക്ക് ബാഡ്മിൻ്റനാണൊക്കെ ഒരു ബാറ്റ് പിടിച്ച് പോകേണ്ട കാര്യമുള്ളൂ. ഇതങ്ങനെയല്ല. ഇതേ കുറേ ഉണ്ട്. ഒരാൾക്ക് 14 എണ്ണം വരെ കൊണ്ടുപോകാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇതിൽ ഞാൻ 8 എണ്ണം 9 എണ്ണം എടുത്തിട്ടുള്ളൂ. കുറച്ച് എടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷേ 14 കൂടുതലാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനാണ് പറയുന്നത് ക്ലബ്ബെന്ന്. പക്ഷേ ഇതിനെല്ലാത്തിനും ഓരോ പ്രത്യേക പേരുണ്ട്. ഇതാണ് ഈ സെറ്റിലെ ഏറ്റവും ലെങ്ത്ത് കൂടിയത്. പിന്നെ ഇതിൻ്റെ ഹെഡും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, വളരെ വൈഡും വലുതുമാണ്. അപ്പോൾ ഇതിനാണ് ഡ്രൈവർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കളി തുടങ്ങാൻ നേരത്ത് അവിടെ ഒരു സ്ക്വയർ മാതിരി മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ മാർക്ക് ചെയ്ത സ്ഥലത്താണ് ടീ ബോക്സ് എന്ന് പറയുന്നത്. അവിടെ ഈ ഇത് കണ്ട് ഇതിൻ്റെ ഷേപ്പ് ടീ എന്നാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ, അതുകൊണ്ട് ടീന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാലും മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് കളിക്കാൻ അവിടെ സമ്മതിക്കും, ആ ടീ ബോക്സിൽ മാത്രം. അതുകൊണ്ടാണ് ആ ബോക്സിന് ടീ ബോക്സ് എന്ന് പറയുന്നത്. കാര്യം ടീ എന്ന് പറയാൻ കാര്യം ഇതിൻ്റെ ഷേപ്പ് ടീ ആയ കാരണം. അപ്പോൾ ബോൾ നമ്മളിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചാണ് കളി തുടങ്ങുന്നത്. അപ്പോൾ അത് കണ്ടോ, ഇത്രയും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്ന് ഇങ്ങനെ അടിക്കാം. അത് ആ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ബോൾ പോയി വീണ സ്ഥലത്ത് നിന്ന് അങ്ങനെ കളിച്ച് പോകണം. അപ്പോൾ ഇതിൻ്റെ അടുത്തതുണ്ട്, ഇത് വുഡ് എന്ന് പറയും. ഇതിപ്പോൾ 3 വുഡാണ്. നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ ഹെഡ് ചെറുതായി, ലെങ്ത്തും കുറഞ്ഞു. പിന്നെ ഇത് റെസ്ക്യൂ, ഇത് വീണ്ടും ലെങ്ത്ത് കുറഞ്ഞ്. പിന്നെ ഇത് 7. അപ്പോൾ സാധാരണ 3, 4, 5, 6 ഉണ്ടാവും. അത് ഞാൻ എടുത്തിട്ടില്ല. ഇതേമാതിരി തന്നെ ആയിരിക്കും. പക്ഷേ അതിനെന്ത് ഇതിനേക്കാളും ലെങ്ത്ത് കൂടുതലായിരിക്കും. അവർ ഈ സ്പൂൺ മാരിത്തത് കുറച്ചും കൂടെ നാരോ എന്ന് പറഞ്ഞാൽ ഇത് കുറവായിരിക്കും, കോണ്ടാക്ട് ചെയ്യുന്ന ഏരിയ കുറവായിരിക്കും. അപ്പോൾ 7 കളിക്കണമെങ്കിൽ ഒരുമാതിരി പ്രാക്ടീസ് ഇല്ലെങ്കിലും കളിക്കാം. പക്ഷേ 3, 4 കളിക്കണമെങ്കിൽ നല്ല കളി അറിയുന്നവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇത് ഡ്രൈവർ, ഇത് വുഡ്, ഇത് റെസ്ക്യൂ, ഇത് അയൺ, ഇത് 9 അയൺ. പിന്നെ ഇതിൻ്റെ തറ്റത്ത് പി എന്ന് എഴുതിയിട്ടുണ്ട്. പിച്ചിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പൊക്കി അങ്ങോട്ട് ഇടുക. നമ്മൾ ആ ഫൈനൽ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ടാവും, അവിടെ എത്താറാകുമ്പോൾ അടിച്ച് അതിനകത്തേക്ക് ഇടുന്ന ലാസ്റ്റ് ഒരു അയണാണ് ഇത്. ഇതിൻ്റെ തറ്റത്ത് എസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പോണ വഴിക്കൊക്കെ ഒരുമാതിരി കുഴി കുഴിച്ച് മണൽ നിറച്ചിട്ടുണ്ട്, സാൻഡ്. അപ്പോൾ അതിൽ നിന്ന് അടിക്കണം. സാൻഡിൽ കളിക്കുന്ന ഒരു സ്പെഷ്യൽ ഇതാണ് ഇത്. അത് നോക്കിയാൽ മനസ്സിലാവും. ഇത് കുറച്ച് ഇങ്ങനെ ഒരു സ്പൂൺ പോലെയാണ്. അപ്പോൾ അന്ന് പുറത്ത് വരണമെങ്കിൽ കുറച്ച് അടിയിലേക്ക് കയറി പോയിട്ട് വേണം ബോൾ പുറത്ത് വരാൻ. അത് കാരണം ഇത് ലെങ്ത്തും കുറവായിരിക്കും. പിന്നെ ഈ പറഞ്ഞതിൻ്റെ ഒന്നും ഷേപ്പല്ലാത്തൊരു ഇതുണ്ട്, നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. വളരെ ഫ്ലാറ്റുമാണ്. ഇതാണ് ലാസ്റ്റ് ആ ഗ്രീൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബോൾ തട്ടി ഫ്ലാഗ് വെച്ചിരിക്കണം ഹോളിലേക്ക് ഇടേണ്ട ഇത്. ഇതിന് പട്ടർ എന്ന് പറയും, PUTTER. അത് ആ ഫ്ലാറ്റ് സ്ഥലത്ത് ബോൾ ഫ്ലാറ്റായിട്ട്, ബാക്കി എല്ലാത്തിലും ബോൾ പൊങ്ങിപ്പോവും, ഇതിൽ ബോൾ ഉരുണ്ട് പോവും. അതാണ് കാര്യം.